ഹേ ഗായ്സ്, അപ്പൊ #. അപ്പൊ വലിയ എനർജി ഒന്നുമില്ല, ഉറങ്ങി എണീറ്റതില്ല. ഞാൻ ഇന്നലെ ഇന്നും കൂടി ഇപ്പൊ ഡെയിലി വ്ളോഗ് എടുക്കുന്ന പോലെ ആയിപ്പോയി ഗായ്സ്. എന്താ വെച്ചാല് അപ്പൊ ഇന്ന് രോഹിത് ഏട്ടനെ കൂട്ടാൻ വേണ്ടിട്ട് മംഗലാപുരം പോവാണ്. അപ്പൊ എന്നെ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിചിത്രമായ കാര്യം എന്താ വെച്ചാല്, വരുന്ന ഒരാള് എയർപോർട്ടിൽ കൂട്ടാകുമ്പോ സാധാരണ എന്തിലാവുമ്പോ പോലി കാറിലല്ലോ, കാറില്. ഞങ്ങക്ക് കാറ് വേണ്ട, എന്തിലോ ഏതായാലും സ്കൂട്ടറിൽ വന്നാ പോലെ. അപ്പൊ നമ്മ സ്കൂട്ടർ എടുക്കാൻ പോവാണ് കൈസ്. അങ്ങോട്ട് പോവാ. അപ്പൊ അങ്ങോട്ട് പോട്ടെ കൈസ്. അങ്ങനെ നമ്മ വണ്ടി എടുക്കാനെത്തി. ഇതില് വേണേലും കൂട്ടാൻ പോവാ. എന്താ ചെയ്യാല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കൈസ്, എവിടുന്നാ വരുന്നത്? പട്ടായ. ദുബായ്. ഇടക്ക് ഒന്നുകൂടി ഒരു ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ട് വരുന്നതാണ്. ഓണത്തിന് നാട്ടിലെന്നാ വരുന്നല്ലേ, ഒന്നിച്ചിട്ട് പട്ടായ. അപ്പൊ കൈസ് പോട്ടെ. നമുക്ക് ഇടക്ക് ഒരാളെ കണ്ടു കൈസ്. ഇതാരോ നോക്കി ഷൂ എല്ലാം നോക്കിയൊക്കെ ബാംഗ്ലൂരിന്ന് ലാൻഡ് ആയി. അപ്പി ഹായ് പറപ്പി, ഹായ് പറപ്പി. വിജയ് മൈപ്പാടി, സൺ ഓഫ് ലക്ഷ്മൺ ചെട്ടിയാർ. അപ്രത്യക്ഷമായി അവനെ കണ്ടിരിക്കുന്നു ഗൈസ്. അജുവില്ലേ, അവനൊരു ഏട്ടനും കൂടി വരാനുണ്ട് പറഞ്ഞേ. ഭയങ്കര വ്ളോഗല്ല, രണ്ട് ലുക്കായിട്ട് താടിയെല്ലാം വന്നിട്ട് ഞാൻ പോട്ടെ, നമ്മ പോട്ടെ, പോവാ. ബൈ ബൈ. അപ്പൊ അത് ശോഭിത. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇടാൻ വേണ്ടിട്ട് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരാള് വരുന്നു പട്ടായെന്നൊക്കെ. ഓനെടുത്തു ഓനല്ല, ഓൻ ബാംഗ്ലൂർ വരുന്നത്. അതല്ല, തായ്ലാൻഡ്. ബാങ്കോക്ക് ഒക്കെ ഒരു ട്രിപ്പ് പോയിട്ട് ആ വഴി നേരെ ഓണം കൂടാൻ പോയിട്ട് നാട്ടിലേക്ക് വരുന്നതാണ്. എന്തെല്ലാം ആൾക്കാർ ഫുള്ള് വൈബാണ്. അമ്മ ഞാൻ പോട്ടെ, വണ്ടി എടുക്കട്ടെ. ഓക്കെ, പോകുന്ന എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ, ഹാപ്പി ജേർണി. അപ്പൊ ഒരു കുഞ്ഞു ബ്ലോഗ് ആയിരിക്കേ. ബൈ. ഇതാണ് ശരിയാ, ഏതാ വ്യൂ കേട്ടോ. റോഡായ ശേഷം നൈസ് വ്യൂ ആണ്. എയർപോർട്ടിലെത്തി നമ്മൾ കണ്ടുപിടിക്കട്ടെ. നമ്മള് ഇവിടെത്തി. രോഹിത്തേട്ടനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ദേ വരുന്ന വിദൂരതയിലൂടെ രോഹിത്തേട്ടൻ. ഇവിടെ ഇവിടെ പോസ്റ്റ് പറഞ്ഞു കാണുന്നില്ല. വരുന്നു രോഹിത്തേട്ടൻ. പിന്നെ എല്ലാം വ്ളോഗല്ലേ. വെൽക്കം ടു ഇന്ത്യ. പിന്നെ എന്നെ കൊണ്ട് എടുപ്പിച്ചാന്ന് വ്ളോഗ് എടുക്കണം എല്ലാരും കൂടിയിട്ട്. അപ്പൊ രോഹിത്തേട്ടനെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നാട്ടിലേക്ക്. അപ്പൊ എവിടുന്ന് ഇതിനായിട്ട് വന്നേ? ബാങ്കോക്ക് തായ്ലാൻഡ് ആയിട്ട് നാട്ടിലേക്ക് വന്നു ഓണം കൂടെ. അപ്പൊ നമ്മ ഇങ്ങോട്ടേക്ക് ചലിക്കട്ടെ. ചായ കുടിക്കാൻ ഗോകുൽ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളവിടെ എത്തിയിരിക്കുന്നു. അവിടെ ഇഡ്ഡലി സാമ്പാർ. നാട്ടിലെത്തിയിട്ട് ഇത് തിന്നാൻ ആദ്യം ഇഡ്ഡലി സാമ്പാർ വട വൻസ് എല്ലാം വേണം. പ്ലെയിൻ ഇറങ്ങുന്ന നാട്ടിൽ കൊതിച്ചു പോകുന്നല്ലോ. ഞാൻ ഇത് കഴിക്കട്ടെ. ഓക്കെ, അപ്പൊ കഴിച്ച് ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മള് ഇവിടുത്തെ ഇറങ്ങി. കഥ കേട്ട് വ്ളോഗ് എടുക്കാൻ മറന്നു പോകുന്നു. അനക്കില്ലേ എന്തെങ്കിലും പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകുന്നു. ഞാൻ അവിടെ ചെക്കായി പോകുന്നു. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ മറക്കുന്നത്. ചോറ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടാണ്. ചോറ് കഴിച്ച് കഴിഞ്ഞ് ചോറ് എടുക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. നമുക്ക് അറിയില്ല. ഞാൻ നോക്കട്ടെ. ഒരു സുഖം നമുക്ക് എന്താ അറിയാം പാട്ടെ. നമ്മുടെ മുമ്പിലേക്ക് സംസാരിക്കണം. അപ്പൊ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റക്കായി പോകും. ഞാൻ ഇവിടെ എത്തിയിട്ട് വരാം. രാവിലെ ഫോൺ എടുത്തോണ്ട് വരുന്നുണ്ട്. ഞാൻ ചാവി കൊടുക്കാൻ പോകുന്നത്, വീഡിയോ എടുക്കാൻ വേണ്ടി.
നാട്ടിലെത്തി ഗൈസ്. ഞാൻ കൊണ്ടുപോയി കണ്ടിട്ടില്ല. ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നു. ബൈ. അപ്പോ ഗൈസ് നമുക്ക് വൈകുന്നേരം വെച്ച് കാണാം. പുതിയ കണ്ടന്റ്. അപ്പൊ പിന്നെ കാണാം. ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോട്ടെ. അപ്പൊ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ ഈ രോഹിത്തായിട്ട് എന്ന് പറയുന്നത് ഒരു ട്രക്കറാണ് ഗൈസ്. ഒരു ഫുൾ ട്രക്കിംഗ് ആണ് എല്ലായിടത്തേക്കും. ദുബായിലായിരുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ വന്നു. തായ്ലൻഡ് പോയി ഇപ്പോൾ നാട്ടിലൊക്കെ. അപ്പൊ ഞാൻ വീട്ടിലെത്തി ഗൈസ്. അപ്പൊ ഇനി അടുത്ത പരിപാടി വെക്കട്ടെ. ഞാൻ വരാം.